സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. മെയ് 4 വോട്ടെണ്ണി കഴിയുമ്പോൾ ഇക്കുറി നിയമസഭയിൽ BJP-യുടെ അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് BJP അടിവരയിട്ട് പറയുന്നത്. 5 പേരെങ്കിലും, അതായത് 5 നിയമസഭാ സാമാജികരെങ്കിലും ഇക്കുറി കേരള നിയമസഭയിലേക്ക് BJP-യിൽ നിന്ന് എത്തിച്ചേരും എന്ന് തന്നെയാണ് അവരുടെ അവകാശവാദം. ഈ 5 എണ്ണത്തില് നേമത്തും മഞ്ചേശ്വരത്തും പാലക്കാടുമായി അങ്ങനെ 5 പേരെ അവർ പറഞ്ഞിരിക്കുന്നതിൽ ഇപ്പോ പാലക്കാട് മത്സരിക്കുന്ന BJP-യുടെ ഗർജിക്കുന്ന സിംഹിണി അഥവാ കേരളത്തിന്റെ ഝാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളും പാലക്കാട് ശോഭാ സുരേന്ദ്രന് വലിയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതും അത്തരത്തിൽ തന്നെയായിരുന്നു നിഗമനങ്ങളും. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ വലിയൊരു ഡീൽ ഉണ്ടായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ ഏത് വിധേനയും തറ പറ്റിക്കുക അഥവാ BJP-യുടെ പ്രതിനിധിയായി ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് എത്തരുത് എന്നുള്ള BJP-യിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകളുടെ പാരപണിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള രഹസ്യമായ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നു. എവിടെ മത്സരിച്ചാലും ഓരോ മത്സരം കഴിയുമ്പോഴും തദനുസാരിയായി വോട്ട് വർദ്ധിപ്പിക്കുന്നതിൽ BJP-യുടെ ക്രൗഡ് പുള്ളർ എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും മത്സരിച്ചപ്പോഴും ഏതാണ്ട് 1,12,000 ശിഷ്ടം വോട്ടിന്റെ കൂടുതലാണ് അവർ നേടിയത്. കഴിഞ്ഞ തവണ അവിടെ KS രാധാകൃഷ്ണൻ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ 1,12,000 വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടി എന്ന് പറയുമ്പോൾ അത്രത്തോളം ജനസ്വീകാര്യതയുള്ള BJP-യിലെ നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറുന്നതിൽ BJP-ക്ക് അകത്ത് തന്നെയുള്ള ചില ആളുകളുടെ അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ തറ പറ്റിക്കുന്നതിന് വേണ്ടി BJP-യിൽ നിന്നുണ്ടായിട്ടുള്ള ചില പാരപണികൾ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ചില സൂചനകൾ. എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും ശോഭാ സുരേന്ദ്രനുമായി വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ആളെന്ന രീതിയിലും പറയാൻ കഴിയുക? അതായത് ഞാൻ പാലക്കാട് പലതവണ പോവുകയുണ്ടായി. പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുകയുണ്ടായി, പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയുണ്ടായി. ഇവിടെയെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ വളരെ മുന്നിലാണെന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത്. എന്നാൽ സാധാരണ ശോഭാ സുരേന്ദ്രനെ വെട്ടിവീഴ്ത്താറുള്ളത് കൂടെ നിൽക്കുന്ന BJP നേതാക്കന്മാരും ചില ഒരു സംഘങ്ങളുമാണ്. സാധാരണ BJP അണികൾ എന്തായാലും ഇവർക്ക് എതിരായിട്ട് നീങ്ങാൻ സാധ്യതയില്ല. പക്ഷെ ചില ഗ്രൂപ്പുകൾ അടങ്ങിയ നേതാക്കൾ, BJP-യിലെ ചില നേതാക്കൾ സംഘടിതമായിട്ട് അവിടെ വോട്ട് മറച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ മുനിസിപ്പാലിറ്റിയിലെ മാത്രം 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ശോഭാ സുരേന്ദ്രന് കിട്ടേണ്ടതാണ്. എന്നാൽ ആ പ്രദേശത്ത് ശോഭാ സുരേന്ദ്രന് വോട്ട് കിട്ടേണ്ട BJP-യുടെ ചില കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വോട്ട് കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുന്ന രീതിയൊന്നും കണ്ടില്ല. മാത്രമല്ല അവിടെയെല്ലാം പോളിംഗ് കുറഞ്ഞു എന്നുള്ള വസ്തുതയാണുള്ളത്. അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന ഒരു പ്രത്യേക അവസ്ഥ വന്നപ്പോൾ അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പ്രവർത്തനം നടന്നു എന്ന് തന്നെയാണ് മനസ്സിലായത്. ഏകദേശം 10,000-നും 15,000-നും ഇടയിൽ വോട്ട് BJP-യുടെ വോട്ട്, സ്ഥിരം കിട്ടേണ്ട വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായ ആരോപണമാണ് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് അവിടുത്തെ പാലക്കാടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന BJP-യിലെ ഒരു പ്രമുഖ നേതാവാണ്, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വെളിപ്പെടുത്തിയത്. കാരണ സഹിതമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അവിടുത്തെ തന്നെയുള്ള BJP-യുടെ ജില്ലാ നേതാക്കന്മാരുണ്ട്. മുകളിൽ നിന്നുള്ള ശോഭാ സുരേന്ദ്രന്റെ ശത്രുക്കളായ BJP നേതാക്കന്മാർ, അവരുടെ നിർദ്ദേശപ്രകാരം K സുരേന്ദ്രനും V മുരളീധരനും ഒക്കെ തന്നെ പങ്കുണ്ടെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു കിട്ടേണ്ട 10,000 വോട്ട് കുറഞ്ഞാൽ അത് 10,000, 20,000 ഗുണം ചെയ്യുമായിരിക്കും UDF-ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശോഭാ സുരേന്ദ്രൻ സ്വന്തമായിട്ട് തന്നെ
അവിടെ 10-20,000 വോട്ടുകൾ അഡീഷണൽ ആയിട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനമാണ് എനിക്കുള്ളത്. അവിടെ BJPക്ക് 40,000 to 43,000 വോട്ട് വരെ സ്ഥിരമായിട്ടുള്ള വോട്ടുണ്ട്. 50,000 വോട്ടാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലുള്ള വ്യത്യാസം, ശ്രീധരനുമായിട്ടുള്ള വ്യത്യാസം. എന്നാൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ BJP ഒരു ശതമാനം താഴേക്ക് വന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ 18,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 1ാം സ്ഥാനത്ത് UDF വരികയും 2-3 സ്ഥാനങ്ങൾ ഏകദേശം തുല്യമായിട്ട് തന്നെ CPM-ഉം അതേപോലെ UDF-ഉം NDA-യും അതേപോലെ LDF-ഉം തമ്മിലുണ്ടായി. 2ാം സ്ഥാനത്തേക്ക് LDF മെല്ലെ കയറുന്നതാണ് കണ്ടത്. പക്ഷെ ഇതൊന്നും തന്നെ ശോഭാ സുരേന്ദ്രനെ ഏൽക്കുന്ന കാര്യങ്ങളല്ല. കാരണം അവർ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വോട്ട് 50% വർദ്ധിപ്പിക്കാതിരുന്നിട്ടില്ല. ഇവിടെ തന്നെ 2011-ൽ 22,000 വോട്ടാണ് ഇവിടെ രാജഗോപാലിന് കിട്ടിയിരുന്നത്. എന്നാൽ അത് 2016-ൽ അവരത് 40,900 വോട്ടാക്കി മാറ്റി. അതായത് 18,000 വോട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെ 2ാം സ്ഥാനത്തേക്ക് BJP എത്തി. ആ 2016-ന് ശേഷം സ്ഥിരമായി BJP തന്നെയാണ് 2ാം സ്ഥാനത്ത് എത്താറുള്ളത്. 1ാം സ്ഥാനത്തുമായി വ്യത്യാസം വന്ന് കഴിഞ്ഞ തവണ 4,000 വോട്ടിന്റെ വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ നിർബന്ധമായിട്ടും അവരുടെ സ്വന്തമായിട്ട് പിടിക്കാവുന്ന ഒരു 10,000-15,000 20,000 വോട്ട് കിട്ടുമ്പോൾ ഒരു 40,000-43,000 വോട്ട് BJPയുടെ സ്ഥിരം വോട്ടും കൂടെ കൂടുമ്പോൾ 10,63,000 വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അത് അത്രയും വോട്ടുകൾ UDF-നും അതേപോലെ LDF-നും കുറയാനും സാധ്യത. ആരിതാണ് കൂടുതൽ കുറയുക എന്ന് അറിയില്ല. അല്ല, അങ്ങനെയെങ്കിൽ നിസ്സാര ഭൂരിപക്ഷത്തിനെങ്കിലും ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ കേൾക്കുന്നത് അവസാന അട്ടിമറി എന്നുള്ള നിലയിൽ അവര് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും കേരളത്തിൽ ചിലപ്പോൾ ആദ്യത്തെ MLA ആയിട്ട് വരിക. അവരെ എല്ലാവരും കണ്ട് എല്ലാം വണങ്ങി നിൽക്കേണ്ട ഒരു ഇതുണ്ട്. മറ്റുള്ളവർക്കൊക്കെ നാണക്കേടാണ്. മുരളീധരനും സുരേന്ദ്രനും എല്ലാം മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ തോൽക്കുകയും ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയും ചെയ്താൽ അത് വലിയ തിരിച്ചടിയായി മാറും. പ്രത്യേകിച്ചും മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ഇത്തവണ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്നുള്ള വാർത്തയാണുള്ളത്. 10,000-15,000 വോട്ടിനെങ്കിൽ തോൽക്കുമെന്നാണ് അറിയുന്നത്. ഇതേപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് മുരളീധരന്റെ സ്ഥിതി. മുരളീധരൻ നല്ല ഫൈറ്റാണ് നടത്തുന്നത് കഴക്കൂട്ടത്ത്. അതേപോലെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും നല്ല ഫൈറ്റാണ് നടത്തുന്നത്. ഇവിടെയൊക്കെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ശോഭാ സുരേന്ദ്രൻ 43,000 വോട്ട് ബേസിക് വോട്ടുള്ളപ്പോൾ അവരുടെ വക അതിന്റെ പകുതി ശതമാനം വോട്ട് പിടിക്കുക എന്ന സാധാരണ പ്രക്രിയയാണ് ശോഭാ സുരേന്ദ്രൻ കാണിച്ചു വെക്കാറ്. അതായത് 22,000 വോട്ട് 40,000 എത്തി 2016-ൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ 40,000 ഒരു 20,000 വോട്ട് അവർക്ക് പിടിക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സാർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം BJP 2ാം സ്ഥാനത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ചു കാലമായിട്ട് അവിടെ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രന് കുറച്ച് വോട്ടുകൾ പിടിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു നടപടിക്രമം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ അവിടെയെല്ലാം വോട്ടുകൾ വർദ്ധിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് പാലക്കാട് അവർക്കൊരു വോട്ടിന്റെ മാർജിൻ ഉയർത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഭൂരിപക്ഷം കുറവാകുകയാണെങ്കിലും അവർ ജയിക്കാനുള്ള സാധ്യത കാണേണ്ടത് തന്നെയല്ലേ? അവർ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കണ്ടുള്ളത്. അതേസമയത്ത് പിഷാരടി നല്ല കാൻഡിഡേറ്റ് നല്ല പ്രചരണം മറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പാലക്കാടുകാരൻ തന്നെ അവിടെ തന്നെയുള്ള അവസാനമുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രനെ ഒറ്റുകൊടുത്താണ്. അല്ലെ, ശോഭാ സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്. വെൽ പ്ലാൻഡ് ആയിട്ട് അത് രമേശ് പിഷാരടി അവിടെ സന്ദർശിക്കുമ്പോൾ അവിടെ BJPയുടെ അവിടെയുള്ള ഒരു സ്ഥാനാർത്ഥി കൗൺസിലറെ കൊണ്ട് അവിടെ തടഞ്ഞത് അവർക്ക് വോട്ട് BJPക്ക് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ചതും ഒറ്റുകൊടുത്തതും അവര് തന്നെയാണ്. കൃത്യമായി അവര് തന്നെയെന്ന് പറഞ്ഞാൽ BJPക്കുള്ളിൽ അവരെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ശക്തികളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ പണം കൊടുത്തു എന്നുള്ള വിവാദം ഉണ്ടാകുന്നതിന് പിന്നിലും കൃത്യമായി BJPക്കുള്ളിലുള്ള വിള്ളലാണ് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതെന്നാണ് ഞാൻ പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ചില ആളുകൾ ശോഭാ സുരേന്ദ്രന്റെ പരാജയം കാത്തിരിക്കുന്നുണ്ട്. അത് അവരെങ്ങനെയെങ്കിലും തോറ്റിട്ടില്ലെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചൊരു MLA ആയി കഴിഞ്ഞാൽ അവർക്ക് അവരെ മുന്നിൽ കൂടെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അത് പാലക്കാടുള്ള ചില നേതാക്കന്മാരുമുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള ചില നേതാക്കന്മാരുമുണ്ട്. സാർ, ഇവിടെയൊക്കെ നമ്മൾ മറ്റൊന്ന് കാണേണ്ടത്, ഇപ്പൊ ആലപ്പുഴ പോലുള്ള CPM-ന്റെ ചെങ്കോട്ട കുലുങ്ങാത്ത കോട്ടയിൽ ചെന്നിട്ടാണ് BJP-കാരിയായ ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 1,12,000 ശിഷ്ടം വോട്ടിന്, അന്ന് നമ്മളുമൊക്കെ അവിടെ വോട്ടുണ്ടായിരുന്നു, അത്രയും വർധനമുണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇക്കുറി BJP-ക്ക് സാധ്യത ഉണ്ടെന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇതുപോലുള്ള പാരമണിയലുകളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ശോഭാ സുരേന്ദ്രൻ അത്യാവശ്യം മൂളയുള്ള ഒരു BJP നേതാവ് തന്നെയാണ്. തനിക്കെതിരെ വരുന്ന പാരകളൊക്കെ നേരത്തെ തിരിച്ചറിയാനുള്ള ഒരു വൈഭവം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അവർ നേടിയിട്ടുണ്ടെന്നുള്ളതാണ് കേരളം കണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരം ചില കുതന്ത്രങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കി ശോഭാ സുരേന്ദ്രൻ വേണ്ടത്ര രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടാവില്ലേ, വ്യക്തിപരമായി വോട്ടുകൾ നേടിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള ഈ പാരകളെയൊക്കെ മറികടക്കാൻ അവർക്ക് സാധ്യമാകേണ്ടതല്ലേ? അതായത് പാലക്കാട് 13 കൗൺസിലർമാർ അവിടെ നിൽക്കാതെ മലമ്പുഴയിലേക്കാണ് പ്രവർത്തനത്തിന് പോയത്. അത് ഗുരുതരമായ പ്രശ്നമാണ്. ആ 13 വാർഡുകളിലെയും വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതേപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് BJP ശക്തിയുള്ള അത്തരം സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി വോട്ട് പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാർത്ത നമുക്ക് വന്നിട്ടുണ്ട്. അത് സത്യസന്ധമാണെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ശോഭാ സുരേന്ദ്രനെ ബാധിക്കുന്ന പ്രശ്നം. അത് ഈ BJP-യിലെ ഗ്രൂപ്പ് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് അവർക്ക് CPM-ന് ശക്തിയുള്ള സ്ഥലങ്ങളിലും കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലങ്ങളിലും അവർ കടന്നു കയറുകയും അവിടെ നിന്നെല്ലാം അവർ വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ വോട്ട് കുറയ്ക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഇവിടെ BJP-ക്ക് കുറെ വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടെ വോട്ട് പിഷാരടിക്ക് മറച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അവിടുന്ന് ആരോപണമായി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും അവസാന നിമിഷം ശോഭാ സുരേന്ദ്രൻ അട്ടിമറി വിജയം പാലക്കാട് നിന്ന് നേടാനാണ് സാധ്യത എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ പാരവയ്ക്കുകയാണെങ്കിൽ BJP-ക്കാർ തന്നെയാണ് BJP-യുടെ നല്ല നേതാക്കളെ, അതായത് ജനകീയ സ്വീകാര്യതയുള്ള നേതാക്കളെ വെട്ടിയൊതുക്കുന്നതിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസോ അല്ലെങ്കിൽ UDF-ഓ LDF-ഓ അല്ല ശോഭാ സുരേന്ദ്രന്റെ എതിരാളികൾ എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. വേറെ കാര്യം കൂടിയുണ്ട്. അവിടുത്തെ പാലക്കാട്ടെ CPM-ന്റെ സെക്രട്ടറിയോട് പിണറായി വിജയനെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏത് വിധേനയെങ്കിലും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണമെന്ന്. അത് ആരുടെ നിർദ്ദേശമാകാം? V മുരളീധരനും K സുരേന്ദ്രനുമാണ് ശോഭാ സുരേന്ദ്രനുമായി പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. ശോഭാ സുരേന്ദ്രനാകട്ടെ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുത്ത് പോരാട്ടം നടത്തുന്ന ഒരു നേതാവാണ്. അല്ല, പിണറായി വിജയന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ സരിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അപ്പോ പിണറായി വിജയന്റെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം LDF-ന്റെ വോട്ട് വഴി നടക്കും എന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കില്ല. മറിച്ച് BJP-ക്ക് അകത്ത് തന്നെയുള്ള പടലപ്പിണക്കങ്ങള് ശോഭാ സുരേന്ദ്രനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ശോഭാ സുരേന്ദ്രന്റെ വിജയ സാധ്യതയെ അത് ബാധിച്ചേക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ. അല്ല, അതോടൊപ്പം തന്നെ CPM-ന്റെ ഒരു കുറച്ച് വോട്ടുകൾ UDF-ന് അനുകൂലമായി ചെയ്യാലോ. ഒരു 10,000-15,000 വോട്ട് മറിച്ച് കുത്തിക്കഴിഞ്ഞാൽ അവിടെ CPM-ന് വോട്ട് കുറഞ്ഞൊന്നും പിണറായി വിജയന് പ്രശ്നമല്ലല്ലോ. അപ്പൊ അങ്ങനെയും വരാലോ. അല്ല, ഇപ്പൊ ഈ സരിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സീറ്റ് കൊടുക്കാത്തതിൽ സരിന്റെ പക്ഷമൊക്കെ അവിടെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇക്കുറി കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയല്ലേ. എന്തായാലും ഒരു കാര്യം പറഞ്ഞുതരാം. അവിടെ തോൽവി ഉണ്ടെങ്കിൽ, ശോഭാ സുരേന്ദ്രൻ തോൽക്കുകയാണെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം BJP നേതാക്കന്മാർക്കായിരിക്കും. അവരുടെ കറുത്ത കൈകൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് എന്റെ മുന്നിലുള്ളത്. എന്തായാലും 4-ാം തീയതി നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. നമസ്കാരം.